കണ്ടുകൊണ്ടുള്ളതായിട്ട് ആ ഒരു എയർപോർട്ടും ഞങ്ങൾ ഒരു എയർപോർട്ടായിട്ട് ഇത്. അതായത് 1971 പിടിച്ചിട്ട് 1982 ഉൾഗായിട്ട് ഒരു കെട്ടിങ്കത്തെ ഒരു എയർപോർട്ട്, ടർക്കി എയർവേസ് ഫ്ലൈറ്റാണത്. അതേപോലെ ടേക്ക് ഓഫ് ഔട്ട് നമുക്ക് നല്ല രൂപത്തിൽ കാണപ്പെട്ടത് ജാവ ആയത് കൊണ്ടിട്ട് നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ റായത്ത് പോണുള്ള പെട്ടിക്കെട്ടാക്കി കൊണ്ടുള്ള ഗൈസ്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഈ പുതിയൊരു ബ്ലോഗിക്ക് സ്വാഗതം. ഈ കണ്ടത് ನಾನು പഠിച്ചത് പോലെ റായത്ത് പോണുള്ളേ പെട്ടി പാക്ക് ആക്കിക്കൊണ്ടാണ് ഉള്ളത്. ഇത് രണ്ട് പെട്ടിയായിട്ടേക്കറ് പാക്ക് ആക്കിക്കൊണ്ടുള്ളത്. ഒന്ന് റഹ്മാനിച്ച, പിന്നൊന്ന് ഉമർ കാക്ക. നാനും കാക്കാണ് റായത്തേക്ക് പോകേണ്ടത്. അങ്ങനെ നണ്ടതുള്ള പെട്ടിയാണ് പാക്കാക്കിക്കൊണ്ടുള്ളതും. പിന്നെ അതിലുള്ള പ്രവാസി ഗൊന്തുള്ള ഒരു കാര്യമാണ് പെട്ടി പാക്കാക്കൽ എത്ര ഒരു കഷ്ടമുള്ള കാര്യമുണ്ട്. അങ്ങനെ ലാസ്റ്റ് റഹ്മാനിച്ച നൻ്റെ പെട്ടി ഫുള്ള് സെറ്റാക്കിയിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് തന്നു. അങ്ങനെ ആ ഒരു 4 കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പോകേണ്ട ഒരു 4 ഞങ്ങളുടെ പെട്ടിയെല്ലാം പാക്കാക്കിയിട്ടും പിടിച്ചിട്ടും എല്ലാം പടുത്ത് വെച്ചിരാം. കാത്തുകൊണ്ടുള്ളത് കാറ് കയറ്റിന്ന്. അങ്ങനെ കാറും വന്ന് അങ്ങ് സലാം ചെന്നിട്ടും കാറും പറ്റിയിട്ട് നേരെ പോയത് ഇറാഖിലെ ഏറ്റവും വലിയ ഒരു എയർപോർട്ടായിട്ട് ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ എയർപോർട്ടിലാണ് പോയിട്ടുള്ളത്. ഞങ്ങളുടെ റൂമിൻ്റെ സാധാരണ 26 കിലോമീറ്റർ ദൂരത്തിലായിട്ട് ഈ ഒരു എയർപോർട്ട് ഉള്ളത്. അതായത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു എയർപോർട്ടായിട്ട് ഈ ഒരു ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. അങ്ങനെ ഒരു സുദീർഘമായ യാത്രയിൽ പിന്നെ ഒരുപാട് ഇറാഖിലെ ഒരുപാട് കാഴ്ചകൾ, അതേപോലെ ഒരുപാട് റോഡും അതേപോലെ റോഡ് സൈഡിലുള്ള ഒരുപാട് കാഴ്ചകളും കണ്ടിട്ട് ഒടുവിൽ ഞങ്ങളെ ലക്ഷ്യസ്ഥലമായ ഇറാഖിലെ ഏറ്റവും വലിയ എയർപോർട്ടായ ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ ഈ മുന്നിൽ കണ്ടതായിട്ട് ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ ഒരു എയർപോർട്ടിനെ വിശേഷിച്ചുള്ളുകൊണ്ട് കണ്ടെങ്കിൽ ഒരുപാട് വലിയ ഒരു ചരിത്രമുള്ള ഒരു എയർപോർട്ട് കൂടിയായിട്ട് ഈ ഒരു എയർപോർട്ട് ചൊല്ലത്. അങ്ങനെ കാറിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയ ഞങ്ങളെ ലഗേജും എല്ലാം എടുത്തിട്ട് ഇതിലുള്ളിൽ രണ്ടാമത്തെ ഒരു ടെർമിനൽ കയറ്റേക്ക് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട്, അതായത് ബോർഡിംഗ് പാസിങ് അതേപോലെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു എയർപോർട്ടിൽ ഉള്ളിൽ എത്തിയിട്ട് തെച്ചോണ്ട. ഈ ഒരു എയർപോർട്ടിൽ ഞാൻ ചെന്നതുപോലെ ഈ ഒരു എയർപോർട്ടിൽ ചരിത്രം ചൊല്ലുന്നുണ്ട് കണ്ടെങ്കിൽ നമുക്കെല്ലാം ഗൊന്തുള്ള ഒരാളായിട്ട് സദ്ദാം ഹുസൈൻ അല്ലേ, ഇറാഖിലെ ഏറ്റവും വലിയ ഒരു പ്രസിഡൻ്റായിട്ട് ഇന്നെങ്കത്തെ സദ്ദാം ഹുസൈൻ കെട്ടുവാട്ടി എങ്കത്തെ ഒരു എയർപോർട്ടായിട്ട് ഇത്. അതായത് 1971 പിടിച്ചിട്ട് 1982 ഉൾഗായിട്ട് ഒരു കെട്ടിങ്കത്തെ ഒരു എയർപോർട്ടായിട്ട് ഈ ഒരു എയർപോർട്ട്. ഈ എയർപോർട്ടിൽ ഫസ്റ്റത്തെ പേര് സദ്ദാം ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്വന്തമായിട്ട്, പിന്നെയാണ് അതിൻ്റെ പേര് ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആക്കിയത്. അത് എന്ത് കാരണമായിട്ട് ഇൻഷാല്ല ഞാൻ പിന്നെ ചൊല്ലാം. ഈ ഒരു എയർപോർട്ട് വിശേഷം പിന്നെ ചൊല്ലാനുണ്ട് കണ്ടെങ്കിൽ 3 ടെർമിനലായിട്ട് ഈ ഒരു എയർപോർട്ടും ഉള്ളത്. ഈ ഒരു 3 ടെർമിനലുകളും പണ്ടത്തെ മെസൊപ്പൊട്ടേമിയ കാലഘട്ടത്തിൽ എനിക്കത്തെ സിറ്റിയുടെ പേരാണ് കൊടുത്തത്. ഒന്ന് നീനവ്, പിന്നൊന്ന് ബാബിലോൺ, പിന്നൊന്ന് സമാറ. ഈ ഒരു പേരായിട്ട് ഇതിലുള്ള 3 ടെർമിനലുകളും കൊടുത്തത്. അതേപോലെ ഞാൻ പഠിച്ചതുപോലെ 1991 ഗൾഫ് വാർ തുടങ്ങിയതോട് കൂടിയിട്ട് ഈ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നാറ് മുച്ചിട്ട് ഇന്നാറ്. പിന്നെ വലിയ യുദ്ധം കാര്യം അതും ഇതുമെല്ലാം ആയതുകൊണ്ടിട്ടും ഈ ഒരു എയർപോർട്ട് മുച്ചിട്ടുന്നത്. ഈ ഒരു എയർപോർട്ടിൽ പിന്നെ തുറന്നത് 2003 2003 പിന്നെയാണ് ഈ ഒരു എയർപോർട്ട് രണ്ടാമത്തെ ആൽമാർഗ് ബേനായിട്ട് തുറന്നു കൊടുത്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു യുദ്ധം കാര്യം ആയതുകൊണ്ടിട്ടും ആ ഈ ഒരു എയർപോർട്ടിൻ്റെ പേര് ചേഞ്ച് ആക്കിയത്. അങ്ങനെ ഇതിക്ക് ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ചൊന്തു പേര് വന്നത്.
അതേപോലെ ഈ ഒരു എയർപോർട്ടിൽ പിന്നൊരു വിശേഷം എന്തായത് നിങ്ങളുടെ ദൂരത്തിൽ കണ്ടതുള്ള ഒരു ഫ്ലൈറ്റിൽ ഇറാഖി എയർവേസ് ഇത് ഇറാഖിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്ലൈറ്റ് ആയിട്ടേക്കറ് ഇതിലെ ബേസും കൂടിയാണ് ഈ ബഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ചൊല്ലിയത്. അതേപോലെ പിന്നൊരു കാര്യം വെച്ചെന്നെങ്കിൽ ഈ ഒരു എയർപോർട്ടോ കെട്ടോഗബേനായിട്ട് അണ്ടത്തെ കാലത്ത് അതായത് 1979 കാലഘട്ടത്തിലുണ്ട് നിരിക്കറും ആ കാലഘട്ടത്തിൽ $900 മില്യൺ യൂസ് ആക്കിയിട്ടായിട്ടേക്കറ് ഈ ഒരു എയർപോർട്ട് കെട്ടിയത്. അപ്പോൾ ഈ അത്രയ്ക്കും ഒരു ഭയങ്കരത്തെ ഒരു എയർപോർട്ടും കൂടി ആയിട്ടേക്കറ് ഈ ഒരു എയർപോർട്ട്. അതൊക്കെ ഒരുപാട് ചരിത്രം ഉള്ളത് കൊണ്ടിട്ട് ഈ ഒരു എയർപോർട്ട് ഞങ്ങൾക്കൊരു ചരിത്ര നിർമ്മിതിൻ്റെ ചൊല്ല ഒരു കാര്യത്തിൽ ചൊല്ലേണ്ട കണ്ടെങ്കിൽ അതേപോലെ ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ഫ്ലൈറ്റ് കൂടെ എന്തുകൊണ്ട് ഇതിൽ വന്നുകൊണ്ട് പോയിട്ടുള്ള ഒരുപാട് ഫ്ലൈറ്റ് കൂടെ വന്നുകൊണ്ട് പോയിട്ടുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ സാധ്യമുണ്ട്. അതായത് ഇപ്പോൾ ഉടനടുത്ത രംഗത്തെ ഖത്തർ എയർവേസ് അതേപോലെ എമിറേറ്റ്സ് അതേപോലെ ഇങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് കൂടെ ഇപ്പോൾ വന്നു പോയിട്ടുള്ളെങ്കിൽ എയർപോർട്ടായിട്ടേക്കറ് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ഒഴുകാൻ പറ്റിയ പിന്നൊരു കാര്യം ചൊല്ലുള്ളത് സലാം എയറാണ്. ഞങ്ങൾ പോയ ഫ്ലൈറ്റ് പേര് സലാം എയർ ആയിട്ടേക്കട് അതായത് ഊഡ്രെ മസ്കത്ത് കോഴിക്കോട് ഇങ്ങനെയായിട്ടേക്ക് ഞങ്ങളൊരു യാത്ര ഉണ്ടായത്. അങ്ങനെ ഫ്ലൈറ്റും പറ്റിയ ഫ്ലൈറ്റ് ഉൾക പറ്റിയിട്ട് അതിലുള്ള മെനു കാർഡെല്ലാം നോക്കിയാനാണ് എന്തെങ്കിലും ഫുഡ് എടുക്കുക മെയിനായിട്ട് എന്തുമല്ല ഓൾറെഡി ഞങ്ങൾ ഫുഡ് ഓർഡർ ആക്കിയിട്ട് ഇന്നാം സലാമേറെ വിഷയം ചൊല്ലാം ഇൻഷാല്ല അത് പിന്നെയാണ് സലാമേറെ വിഷയം ചൊല്ലാം. അതേപോലെ ഈ ഒരു എയർപോർട്ടിൽ പിന്നെ ഒരു വിഷയം ചൊല്ലുള്ളതാ ഞങ്ങളെ കാക്ക ബെൽറ്റെല്ലാം ഇട്ടിട്ട് സെറ്റായിട്ട് പുറത്ത് കണ്ടല്ലേ ഞങ്ങളെ ഇൻ്റർനാഷണൽ ഡൽഹി ഒരു എന്താ പറയുക ബോർഡും കാണുമ്പോൾ ഒരു കുസിയാണ്. അതുപോലെ ഫ്ലൈറ്റുകൾക്ക് ദയിക്കുമ്പം ഒരു കൊസിച്ചു നിങ്ങൾ റായത്ത് പോകണ്ടല്ലേ റായത്ത് പോകുമ്പോൾ ഏതൊരു മനുഷ്യന്മാരും ഏതൊരു പ്രവാസിക്കും ഒരു കൊശി തന്നെങ്കിൽ ഇതൊരു വിഷയമാണ് കാക്കരമുത്തിലൊരു ചിരിയും ഉണ്ട് കാരണം റായത്ത് പോകേണ്ടത് കൊണ്ടിട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ തേച്ച ഏകദേശം 4:30 ഇന്ന് ഫ്ലൈറ്റ് 4:30 പോണ ഇന്ന് ഫ്ലൈറ്റ് 1 ഗಂಟೆ ഡിലേ ആയിട്ടാണ് പോയത്. ഏകദേശം 5:30 ഞങ്ങൾ ഈ ഫ്ലൈറ്റ് വിട്ട് പോയത്. അതേപോലെ ഞങ്ങൾ മസ്കത്തേക്ക് 2 ಗಂಟೆ എന്ത് വെയിറ്റിങ്ങും ഇന്ന് പക്ഷേ ഇതിൽ 1 ಗಂಟೆ ലേറ്റ് ആയതുകൊണ്ട് അവിടെ 1 ಗಂಟೆയാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ഏതായാലും ഞങ്ങൾ ഫ്ലൈറ്റിൽ എല്ലാം വൈത്ത് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ബാക്ക് ബറകും തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഇതാ ടാക്സി വേല് പോണകും തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഈ ഒരു എയർപോർട്ടിൽ വിശേഷമുള്ള ഒരു കാര്യം ചെന്നെങ്കിൽ ഇവിടെ 2 റൺവേ ആണ് ഉള്ളത്. 2 റൺവേ ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഇൻഷാല്ല അത് ഞങ്ങൾ മേൽ അതായത് ടേക്ക് ഓഫ് ആയാൽ പിന്നെ ആ ഒരു കാര്യം ഞങ്ങൾക്ക് നോക്കുക അവിടെ എയർപോർട്ട് ഉള്ളതും അതേപോലെ എയർപോർട്ട് ആ ഒരു കാര്യവും അതേപോലെ ഞങ്ങൾ എന്താ പറയുക റൺവേയും കാര്യമെല്ലാം ഞങ്ങൾ ഇൻഷാല്ല ടേക്ക് ഓഫ് ആയാൽ പിന്നെ ഞങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇപ്പോൾ ടാക്സി വേയിൽ പോയോണ്ട് ഉണ്ട്. ഭയങ്കര കൊസിയുള്ള ഒരു വിഷയമാണ് റായത്ത് പോകുന്നത്. അതേപോലെ പിന്നെ ഒരു വിഷയം എന്നത് ഞങ്ങൾ എനിക്ക് സെക്കൻഡ് സീറ്റായിട്ട് എന്ത് ചെയ്യുന്നത് പക്ഷേ എൻ്റെ അപ്പുറത്തുള്ള പാസഞ്ചർ പറയാത്തത് കൊണ്ട് എനിക്ക് വിൻഡോ സൈഡും കിട്ടിയത്. ഒരു മരുഭൂമിയിൽ ഒരു കാണും പോകുമ്പോൾ അതായത് എയർപോർട്ടിൽ നിന്ന് സൈഡ് നോക്കുമ്പോൾ ഒരു മരുഭൂമിയിലുള്ള പോലത്തെ ഒരു ഫീലാണ് അവിടുത്തെ. ഏകദേശം മരുഭൂമിയിലെ എയർപോർട്ട് ഉള്ളതും ചൊല്ലാം. അങ്ങനെ ഒടുവിൽ ലാസ്റ്റ് ഞങ്ങളെ ഫ്ലൈറ്റ് സലാമിയർ എന്തൊക്കെയും റൺവേക്ക് എത്തിയിട്ട് ഇനി ടേക്ക് ഓഫ് ആവുകയും പോകേണ്ടതായിട്ടേക്കറ് ഇൻഷാല്ല ബാക്കി ഞാൻ ടേക്ക് ഓഫ് ആയാൽ പിന്നെ ചൊല്ലാം. നല്ലൊരു രസമല്ലേ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അത് പ്രവാസിയുടെ ജീവിതത്തിൽ സന്തോഷം അടങ്ങിത്തുക നിമിഷം കൂടിയായിട്ടേക്കറ് ഇത് ഞാൻ ചെന്നതുപോലെ ഈ കാണ്ടതായിട്ടേക്കറ് സൈഡിൽ കണ്ടുകൊണ്ടുണ്ടല്ലോ ഞങ്ങളെ എയർപോർട്ട്. പക്ഷെ
ഒന്നും കൂടി ನೀವು ചന്തത്തിലായിട്ട് എയർപോർട്ട് ആ ഒരു കാര്യം വ്യൂസ് ನೀವು കാണും ഒന്നും കൂടി. ഇപ്പോൾ അസറാണ് ഉള്ളത് നിലയ്ക്കയിൽ, അതായത് ഇറാഖിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. ഭൂമി കാഴ്ച ചൊല്ലൂല്ലേ, ഭൂമിയിലെ കാഴ്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. അങ്ങനെ മെല്ലെ ഞങ്ങൾ ഫ്ലൈറ്റ് നല്ല ടേക്ക് ഓഫ് ആയിട്ട് മേലെ എത്തിയിട്ടായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടുള്ളതായിട്ട് ആ ഒരു എയർപോർട്ടും ഞങ്ങൾ അവിടെ റൺവേയും നിങ്ങൾക്ക് കാണും. ഒന്ന് എയർപോർട്ടിന് ആ സൈഡും ഒന്ന് എയർപോർട്ടിന് ഈ സൈഡും. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡാണ് റൺവേ, മിഡിലാണ് എയർപോർട്ടിൽ ആ ഒരു കാര്യമെല്ലാം ഉള്ളത്. കണ്ടല്ലേ, ഇതാണ് ഞങ്ങൾ എയർപോർട്ട്. ആ കണ്ട് രണ്ടാമത്തേതില്ലേ അവിടെ നിന്ന് തന്നെയാണ് വന്നത് ഞങ്ങൾ. അതേപോലെ റൺവേയും കാണും, കീഴിലും ആ സൈഡും ഈ സൈഡുള്ള റൺവേ ആണ് ഉള്ളത്. ഇത് ഇറാഖ് എയർവേസ് നല്ല ഇഷ്ടംപോലെ ഫ്ലൈറ്റ് കൊടുക്കും. കാരണം ഇതിലെ ബേസ് കൂടെ ആയത് കൊണ്ടിട്ട് ആ കീഴിൽ കണ്ടതെല്ലാം ഇറാഖ് എയർവേസ് ഫ്ലൈറ്റാണ് ഇതെല്ലാം പാട്ടിട്ടുള്ളത്. ഇറാഖ് എയർവേസ് ഫ്ലൈറ്റാണത്. ഇനി സലാം എയറെ കുറിച്ചിട്ട് ചൊല്ലാനോട്ട് കണ്ടെങ്കിൽ ഒരു ലോ കോസ്റ്റ് എയർലൈൻ ആയിട്ട് ഇവിടെ സലാം എയർ ചൊല്ലത് 2014 ഇവിടെ ഇത് സ്ഥാപിച്ചത്. 2014 മസ്കത്തിലെ സലാലക്ക് പോയിട്ടായിട്ട് ഇതിൽ ആദ്യ ഫസ്റ്റ് സർവീസ് സ്റ്റാർട്ടാക്കിയത്. അത് ഇതിനെ കുറിച്ചൊന്നും പോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ചൊല്ലാം. അതായത് എത്ര ചെറിയ പൈസത്തും നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാവൽ ആക്കോ അവിടെ എനിക്കത്തെ ഒരു ഫ്ലൈറ്റ് ആയിട്ട് ഇവിടെ സലാം എയർ ചൊല്ലത്. ഞങ്ങൾ കഴിഞ്ഞ് അങ്ങനെ അതേപോലെ നല്ല ഫുഡും ഇതിലുണ്ട്. ഇത് ഞാൻ ഓർഡർ ആക്കി ഫുഡായിട്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡും സൗകര്യങ്ങളും ഉള്ളെങ്കിൽ ഒരു ഫ്ലൈറ്റ് ആയിട്ട് ചെറിയൊരു ചിലവിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാൻ ചൊല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇത്ര ഉള്ളത്. അതേപോലെ ഇതിലെ മെയിൻ ഹബ്ബ് ചൊല്ലത് മസ്കത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് ഇതിലെ മെയിൻ. അതേപോലെ നമുക്ക് മേലെ ചെറിയൊരു ഇതിലും എല്ലാ ഡീറ്റെയിൽസും കണ്ട ഫ്ലൈറ്റ് എത്ര ഹൈറ്റിലാണ് ഉള്ളത്, എത്രയാണ് ദൂരമുണ്ട്, ഡിസ്റ്റൻസ് എത്ര ഉണ്ട്, എപ്പോൾ ഇതാവും ആ ഒരു കാര്യവും ഈ ഫ്ലൈറ്റിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. ഇപ്പോൾ ഏകദേശം മഗ്രിബായത് വന്നതുകൊണ്ട് ഈ ഉള്ളത് കൊണ്ടിട്ടാണ് ഫ്ലൈറ്റ് ഇങ്ങനെ ഉള്ളത്. അതേപോലെ ഇതിപ്പോൾ ഫ്ലൈറ്റ് കീഴിൽ അതായത് മസ്കത്ത് ഞങ്ങൾ എത്തിക്കൊണ്ട് വന്നത് കൊണ്ടിട്ട് മസ്കത്ത് നൈറ്റ് വ്യൂ ആയിട്ട് ഈ കാണേണ്ടത് നല്ല അടിപൊളിയല്ലേ കാണാം. മാഷാ അല്ലാഹ് ഒരു എത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു മനസ്സ് റാഹത്തുമുണ്ട്, വേറെ ഒന്നുമല്ല. നെലിഞ്ഞിട്ടായിത്തേനും പോണോ എത്തിക്കൊണ്ട് ബന്ധത്തില്ലേ ചൊല്ലൊരു ഇതും. അതേപോലെ ഈ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ പറയുമ്പോൾ ചെറിയൊരു ടെൻഷനും കൂടിയുണ്ട്. വേറെ എന്തുമല്ല, ഞാൻ ചെന്നതുപോലെ ഞങ്ങൾക്ക് 1 ഗಂಟೆ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടിട്ടും ഇന്ന് എത്തിയിട്ടും അങ്ങനെ വെയിറ്റിംഗ് 1 ഗಂಟೆയാണ് ഇന്നത്. അവിടെ എത്തിയിട്ട് സ്വരമുള്ളത് കൊണ്ടിട്ട് വേഗം ആക്കണം ആവശ്യമുള്ളെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ ഇന്നത്തെ ഏതായാലും ഞങ്ങൾ ഒരാഗ്രഹിച്ചത് പോലെ ആ മസ്കത്ത് ಬಂತು. ഞങ്ങൾ ആ ഫ്ലൈറ്റ് എത്തുകയായിട്ട് വന്ന് ഈ കണ്ടത് ഞങ്ങൾ മസ്കത്തായിട്ട് നൈറ്റിൽ ആ ലൈറ്റിങ്സും അതും കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള വിഷയമായിട്ട് ഞാൻ കാണാൻ നല്ല സ്വന്തം കാര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ആവുക ಬಂತು. ലാൻഡ് ആവുന്ന ടൈം എത്തിയത് നൈറ്റ് ആയത് കൊണ്ടിട്ടും ഞങ്ങൾ സുബൈരെ പോലല്ലേ, സുബൈ കാണുമ്പോൾ ലാൻഡിങ്ങും
അതേപോലെ ടേക്ക് ഓഫ് ഔട്ടൊന്നും ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ കാണപ്പെട്ടത് ജാവായത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് പുറത്തുള്ള വ്യൂ മാത്രം, അതായത് ലൈറ്റിങ്ങും കാര്യവും കാണുമല്ലാണ്ട് ഞങ്ങളെ ഇതിൽ റൺവേയിൽ ലൈറ്റിംഗ് ഒന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടിട്ടും ആ ഒരു ചന്തത്തിൽ ഞങ്ങൾക്ക് എന്താ പറയുക ലാൻഡിങ് അവിടുത്തെ കാണില്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ഇതിലപ്പുറത്തുള്ളത്, അതായത് കോഴിക്കോട് പോകേണ്ടത് വീഡിയോ ആക്കിയിട്ടുള്ള ആപ്പായിരുന്നു അല്ല. ഒന്നാമത്തേത് നൈറ്റ് ആയതുകൊണ്ടിട്ടും ഞങ്ങൾക്ക് ടേക്ക് ഓഫ് ഔട്ടതോ പിരിക്കത്തോ ഒന്നും ഒരു ഇത് കാണാത്തത് കൊണ്ടിട്ട് പിന്നെ വീഡിയോ ആക്കിയിട്ട് ഒരാവശ്യം ഗുണവുമില്ല. ഏതായാലും ദൂരത്ത് കണ്ടതാണ് മസ്കത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ എയർപോർട്ടൊക്കെ എത്തിയിട്ട് മാഷാ അല്ലാഹ്. അപ്പോൾ അത്രയൊന്നും വീഡിയോ ആക്കിയില്ല. അങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങൾ ഇത് കണ്ടതായിട്ടിരിക്കറേ മസ്കത്ത് എയർപോർട്ട്. മാഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ ഇൻഷാ അല്ലാഹ് കാണുക. അതിൽ ഇന്ന് റായത്ത് എത്തിയിട്ടുള്ള കാര്യമായിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ് ഉള്ളത്. അപ്പോൾ ഇത്ര ആയിട്ടിരിക്കണമെങ്കിൽ ബഗ്ദാദിലെ മസ്കത്ത് വന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടിക്കൊണ്ട് നന്ദിയായിരിക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് സപ്പോർട്ട് ആക്കറോ, ലൈക്ക് ആക്കറോ, ഷെയർ ആക്കറോ, പുതിയ വീഡിയോ ആയിട്ട് കാത്തോണ്ടിക്കറോ. അതേപോലെ സബ്സ്ക്രൈബ് കുറച്ചൊന്നവർ ഈ വീഡിയോ പാട്ടുണ്ടല്ലേ കണ്ടെങ്കിൽ എല്ലാവർക്കും ശുക്രൻ ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.